സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വലിയൊരു ഇളവുകൾക്ക് ശേഷം നമ്മൾ ഒരു കിടിലം കാച്ച് സീഡും നമ്മൾ ലേറ്റസ്റ്റ് വേർഷനും കൊണ്ട് മൈൻക്രാഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി തൊട്ട് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി എങ്കിലും വീഡിയോ വന്നിരിക്കും ഗൈസ്. അപ്പോൾ എന്താ സെക്കൻഡ് ടൈം ഐ ആം ബിക്കേമിങ് ദ ഗോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. ഓ, കുറേ ബ്ലാക്ക് സ്മിത്ത് എല്ലാം ഉണ്ടല്ലോ. കുറച്ച് തവണ ട്രൈ ഒക്കെ ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു സീഡൊക്കെ ഒന്ന് കിട്ടി ഗൈസ്. ഇതുണ്ട്, നമ്മൾ കുറേ സെറ്റിങ്സ് എല്ലാം മാറ്റി പുത്തൻ സംഭവമൊക്കെ ഫീച്ചേഴ്സൊക്കെ നോക്കി. ഇതാണ് തൽക്കാലം. ഇവിടെ വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടൊന്നുമില്ല. വേറെ ഫസ്റ്റ് തന്നെ നോക്കി ചെസ്റ്റ് അങ്ങ് ലൂട്ടാം. ഓക്കെ, കുറേ സാധനങ്ങളൊക്കെ കിട്ടി. 2-3 ആൻസോട്. എനിക്ക് ഈ 3 ആൻസോറിൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടാതെ വേറെ ഇരുന്നോട്ടെ. എന്നിട്ട് ജസ്റ്റ് പൊട്ടിക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ബ്ലാക്ക് സ്മിത്ത് ഭയങ്കര റെയർ ബ്ലാക്ക് സ്മിത്താണ്, കുറേ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഫുള്ളൊന്ന് റഷ് ചെയ്ത് നോക്കണം ഗൈസ്. ഈ സ്ഥലമെല്ലാം ഒന്ന് പരിചയപ്പെട്ടില്ല, ശരിയാകത്തില്ല. പിന്നെ കുറച്ച് ബ്രെഡും കിട്ടി. ഓ, ചെസ്റ്റ് പ്ലേറ്റ്, നല്ലൊരു പ്ലേറ്റ് തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ പാൻ്റെ അത് ആവശ്യമില്ല. 7 ഒബ്സീഡിയൻ. ഒരു നെതർ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒബ്സീഡിയനൊക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ നാളെ ഫസ്റ്റ് തന്നെ കുറച്ച് നെതറിൽ പോകും. ഞാൻ വല്ലതും പറഞ്ഞായിരുന്നു കാര്യമായിട്ടും. എന്നാലും ഞാൻ അങ്ങനെ ഇത്രയൊക്കെ ചെയ്തത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ശരിയാവുകയും ചെയ്തു. ഇനി വേറെ ബ്ലാക്ക് സ്മിത്ത് വല്ലതൊന്നും അതാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്. റിവേഴ്സ് പിടിക്കാം. പിന്നെ കഷ്ടം ലാഗ്. ആവശ്യത്തിന് അയണും കിട്ടി. പിന്നെ ബ്രെഡും കുറച്ചൊക്കെ കിട്ടി. ഇവനെന്തോ ഡ്രോപ്പ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഗൈസ്, ഇത്ര നേരം ഞാൻ ബോധത്തില്ലായിരുന്നു. ഞാൻ അറിയാതെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി മരവും വെട്ടി എക്സ്പ്ലോറൊക്കെ സൈഡൊക്കെ ഒന്ന് ചെയ്ത് വലിയൊരു ഓപ്പണിങ് കേവൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ജയിച്ച്. പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒരു ടിപ്പ് കണ്ടായിരുന്നു. ഒരു ബാഡാമ കിട്ടുവാണെങ്കിൽ കുറേ ബോട്ട് ഉണ്ടാക്കി നമ്മൾ വലിയ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ബീട്രൂട്ടിൻ്റെ സീഡ് എൻ്റെ കൈ വന്ന് ഡിസ്കസ്റ്റിങ്. എന്തുകൊണ്ട് നമുക്ക് ബാക്കി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. ഓക്കെ സോ ഗൈസ്, അപ്പം നമുക്കിനി സ്പീയർ മാറ്റി ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ട് എക്സ്പ്ലോറിങ്ങിന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഒരു ബൂട്ട്, ഹെൽമെറ്റ്, ആക്സ്, ഹോയ, പിന്നെ ഒരു ഷവല് വേണ്ട, ഒരു ഷീൽഡ് മതി എനിക്ക്. ഓക്കെ, ഒരു ഷീൽഡ്. ഇതിനി ഹേബേൽ ഫുള്ള് ഇതാക്കുന്ന സമയം കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 2 ജന്മം ഫുള്ള് തീർത്ത് നമുക്ക് 10,000 പ്രാവശ്യം മൈൻക്രാഫ്റ്റ് ജയിക്കുകയും ചെയ്യാം ഗൈസ്. എന്നാലും നമ്മൾ ഈ ഹേബേലൊന്നും വെട്ടിയെടുത്തില്ലെങ്കിൽ മോശമല്ലയോ? നമുക്ക് പണിയൊക്കെ തുടങ്ങാമല്ലേ. ഞാൻ ഇതുവരെ സ്റ്റോൺ മൈൻ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഞാൻ അയൺ ടൂൾസും ആർമറും പോയി. ആകെപ്പാടൊരു കുറവുള്ള ഒരു ബക്കറ്റിൻ്റെ അത് ഞാൻ ആ അയൺ കോളത്തിന് കൊല്ലുമ്പോൾ എനിക്ക് കിട്ടിക്കോളും. പെർഫെക്റ്റ് 11, പെർഫെക്റ്റ് 99, വേറെല്ലാം പെർഫെക്റ്റ് അല്ലേ. വേറെ പെർഫെക്റ്റ് 33. വേറെ പെർഫെക്റ്റ് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഞാനപ്പോൾ ഇത് ഫുള്ള് 2 വർഷത്തിനുള്ളിൽ ബ്രെഡ് ആക്കിയിട്ട് വരാം.
ഗായ്സ്, ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നതാണ്. ഞാൻ വില്ലേജിൻ്റെ സൈഡിലേക്ക് വന്നതിന് ഒരു ഔട്ട് പോസ്റ്റൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്. അതാണെങ്കിൽ നമുക്കിനി പോയിട്ട് ഔട്ട് പോസ്റ്റ് പോയി. ഞാൻ മറ്റേ സംഭവം പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരു വീഡിയോ കണ്ടു. ഈ ഓമനസ് ബോട്ടിൽ എടുത്തിട്ട് റെയ്ഡ് നടത്തി സ്റ്റോട്ട് എടുക്കുകയാണെങ്കിൽ സർവൈവ് ചെയ്യാൻ എളുപ്പമാണ് ഞാൻ കേട്ടി. നമ്മുടെ പഴയ ഹാർഡ് കോർ പോലെ ഇതങ്ങ് മുടിപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെ സൺഫ്ലവർ ഫോറസ്റ്റ്. എല്ലാം കൂടെ എന്നെ വളഞ്ഞിട്ട് തല്ലോ. കള്ളക്കളി. എനിക്ക് ആ ബാനറുള്ളവനെയാണ് വേണ്ടത്. ഞാൻ നേരെ അങ്ങ് കയറി കൊടുത്തു. ഓക്കെ, ഇവനോടെ ഓക്കെ എല്ലാവരെയും തീർത്ത്. അപ്പത്തേനും അവിടെ 3 എണ്ണം പിന്നെ സ്പോണാണ്. ഇത് മേളിലാണോ ബാനർ വെച്ചവനൊക്കെ ഉള്ളത്? എനിക്ക് ഹെൽത്ത് ഇല്ല. അങ്ങോട്ട് പോകണ്ട. ഇപ്പം അവൻ എന്നെ തപ്പി ഇങ്ങോട്ടങ്ങ് വരും. വന്നോ? അതാണ്ട് വരുന്നത്. ഈ ഷീപ്പിനെ നീ അങ്ങ് കൊല്ലടാ. നീ ഷീപ്പിനെ കൊല്ലാത്തതാണ് നിനക്ക് ഉന്നമില്ലാത്ത. കുറച്ചുകൂടെ ഹെൽത്ത് ഒന്ന് കൊല്ലട്ടെ. അല്ല വേണ്ട, ഞാൻ പ്രോ അല്ലേ. എൻ്റെ പ്രോ എന്നുള്ള ആ പേര് മാറ്റണ്ട. ആ പേര് മാറ്റാതിരിക്കാൻ നമുക്കിപ്പോൾ തന്നെ അങ്ങ് ഫൈറ്റ് അങ്ങ് ഇറങ്ങി ചെയ്യാം. ഇവനോട്ട് അടിയൊന്നും കിട്ടുന്നില്ലയോ? അവനും ചത്ത്. വലിയ പ്രൊഫഷണലൊക്കെ ആയതുകൊണ്ട് ഞാൻ നല്ല പ്രോ കളിയൊക്കെയാണ് കളിക്കുന്നത്. ഇതിൻ്റെ വാതിൽ ഇവിടെ ഫ്രണ്ട് കാണും. അപ്പുറത്ത് പൊട്ടിച്ച് ഞാൻ ഇറക്കിക്കോളാം. എൻ്റെ സോഡും ഉണ്ട്. ഇപ്പം തന്നെ പകുതി ഡ്യൂറബിലിറ്റി ആയി. പകുതിയല്ല, 3/4 ഡ്യൂറബിലിറ്റി ആയി. ഇവിടെ ആര് കഴിച്ചിട്ടങ്ങ് മേളിൽ കയറി ഒരടി. എന്നെ തോപ്പിക്കാൻ ഇവിടെ? എന്നെക്കാട്ടിലും വലിയവൻ ആരും ഇവിടെ ഇല്ലല്ലോ. എനിക്ക് ആ ബാടാമം കിട്ടി. ഓടിക്കൂ. ആ ബാടാമ ഞാൻ എടുക്കാൻ മറന്നത്. എന്തുവാണേലും ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയ ഈ ലോകത്തിൽ തന്നെ ഒരാളും ചെയ്യാത്ത വലിയൊരു മിഷനാണ്. എവിടെ നീയോടെ ഈ മൂലയ്ക്ക് അങ്ങ് താഴെ വീണി ചത്തല്ലേ? ഓക്കെ, ഈ ഓമനസ് ബോട്ടിലും എടുത്ത് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ചാടി. അവനങ്ങോട്ട് വീണ ചത്ത്. അതാണ്ട് ഇവിടെ ആ ബാനറും കിട്ടി, ഓമനസ് ബോട്ടിലും കിട്ടി. ഇനി നമ്മുടെ വലിയൊരു ഗ്രൈൻഡാണ് ഈ കാട് ഫുള്ളൊന്ന് വെട്ടിത്തെളിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാൻ നിൽക്കട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സ്പെഷ്യലുണ്ട്. ഇന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരും മൈൻക്രാഫ്റ്റ് നെയിമും നിങ്ങളുടെ അക്കൗണ്ട് നെയിമും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഫ്രണ്ടാക്കി ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു സെർവർ പോലെ ഒരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങാം. ഞാൻ ഡെയിലി പോസ്റ്റ് ഇട്ടേക്കാം ഗൈസ്. ഞാൻ ഡെയിലി പോസ്റ്റ് ഇടുന്നതായിരിക്കും എന്നൊക്കെ ഇന്ന് കളിയുണ്ടോ ഇല്ലയോ എന്ന്. ഇത് കാരണം പറ്റുന്നവരെല്ലാവരും ജോയിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒന്ന് ജോയിനൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിലെ ആദ്യത്തെ സ്റ്റോപ്പ്. ഗൈസ്, ഞാൻ ഈ മരം വെട്ടുന്നതിനിടയ്ക്കാണ് ഓർത്ത ഒരു കാര്യം. നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബെഡ് ബോൾസും കളിക്കാം. കൂടാതെ നിങ്ങൾ പറയുമ്പോൾ ഒക്കെ നിങ്ങൾ പറയുന്ന ഗെയിമും കളിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളാണ് ഈ വേൾഡിൻ്റെ തീരുമാനം. നിങ്ങൾ ഇനി എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഞാൻ ഇവിടുത്തെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. എന്നും പറഞ്ഞ വലിയ സംഭവമൊന്നും ബിൽഡ് ചെയ്യാൻ പറഞ്ഞേക്കല്ലോ. കുഞ്ഞാവെല്ലാം പറയണേ. അപ്പം ഞാൻ ബാക്കി ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം.
ഓക്കെ ഗായ്സ്, നമ്മളപ്പോൾ വളരെ ഒരു പരിശ്രമത്തിന് ശേഷം ഫാസ്റ്റ് ക്രാഫ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് കിട്ടി. ഓക്കെ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇത്ര ഉണ്ടാക്കുക. അയ്യോ, കുറച്ച് കൂടിപ്പോയി. ഇവിടെ ഇപ്പോൾ കണ്ട ഞാൻ ആക്സ് വെച്ച് ഒറ്റ അടി കൊടുത്താൽ പോരെ. 3 4 5 6 7ാമത്തെ അടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോട്ടെല്ലാം എന്നത്തിനാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഉണ്ട്, നമ്മൾ പ്രൊഫഷണൽ. ഈ വില്ലേജിന് ഒരു ഔട്ട്ലൈൻ അങ്ങ് ഇട്ട് വെച്ചേക്കാം. സോഡൊഴിച്ച് ബാക്കിയെല്ലാം അങ്ങ് എടുത്ത് കളയാം. എന്നിട്ട് അതുകൊണ്ട് ഞാൻ സോഡോടെ അങ്ങ് എടുത്ത് കളഞ്ഞു. അല്ല, ഫുഡും കയ്യിലിരുന്നോട്ടെ. പിന്നെ ബെഡും അങ്ങ് മാറ്റിയേക്കാം. ഇവിടെ ഇത് ബെഡ്റോക്ക് വർക്കാവുമെന്ന് അറിയത്തില്ല. ഈ ഇൻഡിക്കേറ്റർ എല്ലാം ബോട്ടേ വന്നിരുന്നിട്ട് നമ്മുടെ മറ്റേ പരിപാടി ഇല്ലേ, ബോട്ടെ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ട് ട്രാപ്പാക്കി കൊല്ലുന്ന പരിപാടി, അതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എനിക്ക് മറ്റേ ക്വിക്ക് ഇല്ലല്ലോ. ഞാൻ ഒരു ബട്ടൺ ഉണ്ടോ നോക്കിയതാണ് ഗൈസ്, പേടിക്കണ്ട. ഇത് മിക്കവാറും ഒരു 10 മണിക്കൂർ ഓടിക്കും. അപ്പോൾ ഞാൻ ഇതോടെ ഒന്ന് ചെയ്തിട്ട് വരും. സോ ഗൈസ്, ഇപ്പോൾ തന്നെ എൻ്റെ FPS ലൈക്ക് പൊട്ടാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മുടിഞ്ഞ ലാഗാണെങ്കിൽ തൽക്കാലം സഹിക്കുക. തോട്ടമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റാക്കുന്നതായി. സോ ഗൈസ്, ഇടയ്ക്ക് ഞാൻ എൻ്റെ ബട്ടൺസ് ഒന്നും വർക്കാവുന്നില്ല. എല്ലാം മുടിഞ്ഞ ലാഗാണ്. എന്താണേലും നമുക്ക് ഈ റൈഡ് ഭയങ്കര അത്യാവശ്യമാണ് ഗൈസ്. ഇതെന്നെ കഷ്ടമായില്ല, മുടിഞ്ഞ ലാഗ്. എനിക്ക് അത് കോടാൻ പോലും പറ്റുന്നില്ല. ഓട്ടാ ജമ്പ് ഓഫായി. ഞാൻ പറഞ്ഞാൽ ആ പെട്ടിയെല്ലാം വെച്ചവിടെ. ആദ്യമേ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എനിക്ക് മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ചെയ്യാനാണോ? എന്താണേലും എൻ്റെ FPS ഇപ്പോൾ 9 ഉണ്ട് വയസ്സ്. 9 കഴിയുമോ? കാരണം ഞാൻ ഈ സോംബിയെ അടിക്കുമ്പോൾ സോംബി അതിനെ കരിനാക്കി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ സോംബി അടിക്കുന്നു, സോംബി എന്നെ വന്ന് അടിച്ച് കഴിഞ്ഞ് കാണുന്നു. അയ്യോ, ഞാൻ ആ പെട്ടിയെല്ലാം എവിടെയാണോ വെച്ചത്? ആ പെട്ടി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഓമനസ് ബോട്ടിലെല്ലാം ഞാൻ അതാണ്ട് ഇവിടെയാണ്. ചേട്ടാ, എന്നാലും ഞാൻ ഇങ്ങനെ കാണാതിരുന്നു. ഓക്കെ, പെട്ടി തുറന്നതിന് എൻ്റെ FPS 18 ആയല്ലോ. അങ്ങോട്ടൊന്ന് നോക്കിയാൽ പിന്നെ ബോട്ടെല്ലാം ഒന്ന് ലോഡായാൽ മതി. ഓക്കെ, ഓമനസ് 5 2 കുടിച്ചു കഴിഞ്ഞില്ലേ? എൻ്റെ റെയ്ഡ് കൂടുക. ബാഡാമം കിട്ടി എനിക്ക്. ഇപ്പോൾ തന്നെ റെയ്ഡ് സ്റ്റാർട്ടാവേണ്ട ആണല്ലോ. വില്ലേജർ ഒരു ജോലിയുള്ള വില്ലേജർ തന്നെ ഇത്. ആരുടെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. എന്നൊക്കെയാണേലും ചേട്ടാ, ഇതെന്താ റെയ്ഡ് സ്റ്റാർട്ടാകാത്ത? ഇതെന്നെ കഷ്ടകാലോ. വാടാമം 10 സെക്കൻഡ് കൂടെയോ? അത് റെയ്ഡ് സ്റ്റാർട്ടാകാനുള്ള ടൈമായിരിക്കും. ഇവിടെ ഇത്രയും വില്ലേജേഴ്സ് ഉണ്ട്. അത് കാരണം എന്താണ് ബാഡാമം തീരാൻ പോകുന്നതല്ല. ഞാൻ പറഞ്ഞത്. അയ്യോ, റെയ്ഡെന്ന് എഴുതി പോലും കാണിക്കുന്നില്ല. അമ്മാതിരി ലാഗാണ്. ഇതെന്തുവാ ഈ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കൂടെ വരുമ്പോഴത്തേനും ഞാൻ ഇപ്പോൾ അറിയാതെ ആ മെസ്സേജ് കയറി. അയ്യോ, എൻ്റെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്കൊക്കെ ആയി പോവാ. അയ്യോ, ആ മെസ്സേജ് കൂടെ വരുന്നതുകൊണ്ട് മുടിഞ്ഞില്ല. ഞാൻ ഇവിടെ താഴെ വെള്ളം കുടിക്കാൻ കുപ്പി വെച്ചിട്ടുണ്ട്. അത് ഞാൻ തട്ടി താഴെ ഇട്ട്. ഇതെന്നാ കഷ്ടകാലോ.
പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലേജർ അടച്ചാണെന്ന്. ഓക്കെ, ഹോൺ അടിച്ചു അവന്മാർ ഏത് കാട്ടിയ സ്പോണായെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഈ റൈഡ് എനിക്ക് വിക്ടറി അടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നൊന്നുമില്ല. അയ്യോ, ഞാൻ വന്നറിയാതെ തട്ടിപ്പോയതാ. അവിടെ ഈ റൈഡ് എവിടെയാ തുടങ്ങിയ? 26 സെക്കൻഡിൻ്റെ മെസ്സേജൊക്കെ. റൈഡ് എവിടെ സ്റ്റാർട്ട് ചെയ്ത്? അയ്യോ, ഞാനിപ്പോൾ കയറി നിൽക്കേനെ. ചേടാ, റൈഡ് ഇതെവിടെ? ഞാനിപ്പോൾ മെസ്സേജിനകത്തൂടെ ജമ്പട്ടിനെ പിടിച്ചിട്ടേക്കുന്നത്. ഇവിടെ ഞാൻ അറിയാം കുറേ ഇതങ്ങ് വെച്ചു പോയി. ഞാനിപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് റൈഡ് കാണിക്കുന്നുണ്ട്, എനിക്ക് ഫുൾ ബാർ കാണിക്കുന്നുണ്ട്. ഈ ബോട്ടുള്ള സൈഡിൽ കൂടെ ചുറ്റി വരുവാണെങ്കിൽ താണ്ട് ഒരു വില്ലേജർ. ഞാൻ ഇപ്പം തന്നെ റൈഡിലൂടെ ഫിനിഷ് ചെയ്യുള്ളൂ. മാത്രമേ ഉള്ളൂ റൈഡിൽ പരിപാടി വെച്ചോ. അവൻ ചത്തത്തിന് അടുത്തവന്മാർ ഇവർ കുറേ അകലെയാണല്ലേ സ്പോൺ ചെയ്ത്. പിന്നെ ഞാൻ ഡോഡ്ജും പോട്ടെ. അൾട്രാ ലവ് എമറാൾഡ് എൻചാൻറ്റഡ് ബുക്ക്. കൊള്ളാലോ. വേറെ ആരും ഈ റൈഡിലൊന്നും ഇല്ലേ? ചേടാ, എന്നാ വേൾഡായി പോയി. ബാക്ക്ഗ്രൗണ്ട് ഒരു സൗണ്ട് ആയിട്ട് ക്ഷമിക്കണം. എന്തുവാണേലും നമ്മുടെ റൈഡിലുള്ള പുള്ളിക്കാരൊന്നും കാണാനില്ല. ഇവരെല്ലാം എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. ഞാനിപ്പോൾ അവരെ തപ്പിത്തന്നെയാണ് ഈ കിടന്ന് വട്ടം ചുറ്റുന്നു. രണ്ടവന്മാരെ എനിക്ക് ഇവിടുന്ന് കിട്ടി. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങ് ഓടുക. മൂന്നാമത്തെ വേണമെന്നാണല്ലോ ഇത്. ഇവിടെ വരുമ്പോൾ തന്നെ റൈഡിൻ്റെ റേഞ്ച് ആകത്തുള്ളൂ. അവന്മാരിത് എവിടെ പോയി കിടക്കുന്നു? ഈ കാട്ടിൽ വല്ലതും ഉണ്ടോ? ഇതിനിടയ്ക്ക് ഏതെങ്കിലും മരത്തിനിടയ്ക്ക് പോയി സഫക്കേറ്റ് ആയോ? അതോ ഇനി കുഴി വല്ലതും പോയോ? അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുഴി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വല്ലതും പോയോ? ഇതിൻ്റെ അകത്ത് നിർത്തിച്ചു. അല്ല, ഇതിൻ്റെ അകത്ത് പോയവരിപ്പോൾ എവിടെ പോയില്ലോ? ഇതിൻ്റെ അകത്തെ ആമാർ പോയിട്ടില്ലേ? ലാസ്റ്റ് 2 വില്ലേജേഴ്സ്. അങ്ങനെ അത്രയും പോയി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് റൈഡിൻ്റെ. എന്നാലും എനിക്ക് റൈഡ് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല ഗൈസ്. കാരണം ഇപ്പോൾ തന്നെ സമയം 8:51. ഇനി വീഡിയോ ഇടുന്നേക്കാറ് നട്ടപ്പാതിരാകും. എനിക്ക് 10 മണിക്ക് മുമ്പ് കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കാനുള്ളത്. പറഞ്ഞാലും ഇവിടെ ആരും കാണുന്നൊന്നും ഇല്ല. പിന്നെ റൈഡിൻ്റെ റേഞ്ച് കിട്ടുക. എവിടെയാണ് അവന്മാർ സ്പോണാകുന്നത്? ഒന്നാമതേ മുടിഞ്ഞലാകാം. അതിൻ്റെ കൂട്ടത്തിൽ ഇവന്മാർ സ്പോണാകുന്നത്. ഞാൻ ബോട്ട് വെച്ചാൽ നന്നായി. ആരും ഇതിൻ്റെ അകത്ത് കയറുന്നില്ല. എൻ്റെ ഡിഫിക്കൽട്ടി പിന്നെ നോർമൽ ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി വിത്ത് സർവൈവ് ചെയ്യാൻ റൈഡൊക്കെ. പക്ഷേ ഏറ്റവും പാട് ഇവന്മാരെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ എൻ്റെ FPS 7. നിങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്ന് തരാം, നല്ലതായിരിക്കുമോ? അവിടെ ഇൻഡിക്കേറ്റർ തന്നെ. നീ എന്നെ ആ ഇൻഡിക്കേറ്റർ ആ ബോട്ടെ കയറണം. അവന്മാരെല്ലാവരും ആ ബോട്ടെ കയറി. ഞാൻ ചെയ്ത എൻ്റെ വിദ്യ വർക്കായിട്ടുണ്ട്. ചാകടാ നീയൊക്കെ ചാകടാ. നീയൊക്കെ ചാകാൻ വേണ്ടിയാണ് ജനിച്ചത്. അതൊന്നാമത്തെ കാര്യം. എന്നെ തല്ലില്ല പ്ലീസ്. ഞാൻ നിന്നെ ഉപദ്രവിക്കും. അത് കാരണം പറഞ്ഞു എന്നെ തല്ലില്ലെന്ന്. ഞാനിപ്പോൾ അതിൻ്റെ ചോട്ടിൽ പോയാൽ നിന്ന് ഇപ്പോൾ മിക്കവാറും എനിക്കിട്ട് അടി കിട്ടിയതിന്. നീ ഇവിടെ ആയിരുന്നു അണ്ണോക്കുയി. അവൻ്റെ അകത്ത് കയറി അങ്ങ് നിന്നാൽ മതി. പിന്നെ അവന്മാർ വെടിയും വെക്കത്തില്ല. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്തിയാണ്. 20 മിനിറ്റായി ഇപ്പം തന്നെ. അതിന് നിങ്ങളൊരു 30 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ
ടോട്ടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ എൻ്റെ ഇൻവെൻ്ററി ഇപ്പോൾ പകുതി നിറഞ്ഞാണ് പറഞ്ഞാൽ. ഞാൻ ഇൻവെൻ്ററി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇത് ഇത്രേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ 3 ഡ്യൂട്ടി. എനിക്ക് സോഡിത്തന്നെ കേട്ടണം കേട്ടോ. 10%. നമ്മളിതിലെ പ്രൊഫഷണൽ പിന്നെ ഫുൾ ചാർജൊക്കെ ഇട്ട് ഗെയിം കളിക്കുന്നവരായതുകൊണ്ട് ഇപ്പോൾ 10% ചാർജുണ്ട്. അയ്യോ അല്ല പറഞ്ഞാൽ ഇവന്മാരിനി ഒന്നുകൂടെ മറ്റടുത്ത കാട്ടിയാണ് സ്പോണായത്. അല്ല ഇവിടെ തന്നെ സ്പോണാകുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കുറേ ബോട്ട് സ്പാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ കുറേ വെച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത്രയും ബോട്ടൊക്കെ വെക്കുന്ന മടുപ്പാണെന്ന്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നത്തിന് ഞാൻ കുറച്ചൊന്ന് ടൈനിയായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട് ബോട്ട് ലെവൽ. ഈ വില്ലേജിൻ്റെ റേഞ്ച് ഇവന്മാർ എന്താണേലും ഉണ്ട്. ഇവന്മാർക്ക് വേണ്ട. അയ്യോ ഒന്ന് ഗ്ലിച്ചടിച്ച് പോയതേ ഉള്ളൂ. എടാ എന്നെ കളിയാക്കുവാണോ നീയൊക്കെ? ഏടാടാ നമ്മളൊന്നും കളിയാക്കല്ലേ കേട്ടോ. നല്ല പിന്നെ ഈ റെയ്ഡ് നാളെ അങ്ങ് തീർത്താൽ പോരെ. എനിക്ക് നാളെ തീർത്ത് മേളി വരാം. എനിക്ക് തോന്നിയാണ്. അയ്യോ അയ്യോ എൻ്റെ വില്ലേജർ എന്ത്? നീ വില്ലേജറിൻ്റെ കൂട്ടത്തില്ല ഞാൻ എടുക്കുക. അയ്യോ ഞാൻ അറിയാതെ വേണ്ടടാ അവന്മാരൊക്കെ അയ്യോ റാവഞ്ചറിനെയാണ് ഞാൻ കണ്ടത്. ഞാൻ സൈഡ് നോക്കിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടി ഇവന്നെ നോക്കണ്ടെന്നാൽ അത് പുറകിൽ നിന്ന് അടിക്കാം. അതാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഫുൾ ഹെൽത്തായിട്ട് റാവഞ്ചറിനെ പിടിച്ചടിക്കണം. ഫീൽഡിന് ഡ്യൂറബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. റാവഞ്ചറിൻ്റെ മണ്ടയ്ക്ക് മറ്റേ നിൽപ്പുണ്ടെങ്കിൽ തീർന്നു. അമ്മച്ചി ഞാൻ നേരെ ചെന്ന് കയറി റാവഞ്ചറിൻ്റെ മൂട്ടി. റാവഞ്ചർ ഒറ്റയ്ക്ക് നോക്ക് ബാക്ക് ഉണ്ടല്ലേ. ഇവനിവിടെ തന്നെ നിന്ന് കറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. അയ്യോ തീർന്നു. ഇനി നമ്മൾ ഇവിടെ തന്നെ ഞാൻ സ്പോണായല്ലോ. മാറാം അങ്ങോട്ട്. എൻ്റെ ഐറ്റംസ് അവൻ ഏത് കാട്ടിൽ പോയിട്ടാണ് കൊന്നു? ഇങ്ങോട്ട് എവിടെ ആയിട്ടായിരുന്നല്ലോ. ഇവിടെ ഞാൻ അവനെ വലിച്ചഴച്ചുകൊണ്ട് ഇങ്ങോട്ടാണ്ടല്ലായിരുന്നല്ലോ. അയ്യോ എൻ്റെ ഐറ്റംസ് എല്ലാം എനിക്ക് തിരിച്ചു വേണം. അതാണ് വിഷയം. എൻ്റെ ഐറ്റം അയ്യോ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് പെറുക്കിയെടുത്തു. റാവഞ്ചർ കാണില്ലേ, അത്രേ ഉള്ളൂ. റാവഞ്ചർ കണ്ടാൽ പിന്നെ തീർന്നു. റാവഞ്ചർ കുറച്ച് പവറാണ്. അതൊന്ന് തീർന്നു കിട്ടി. അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്താൽ കൈ പിടിച്ചേക്കാം. വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ. എൻ്റെ ബെഡ് 2 ചെസ്റ്റ് പ്ലേറ്റ് എനിക്ക് കിട്ടിയോ. ഇവന്മാർ അയണേക്കുള്ള നിങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ തോന്നുന്നു എനിക്ക്. ഒരിടത്തൊന്നും ഇല്ലാതെ അവനെന്നെ അടിച്ചു. അത് കള്ളക്കളി. അടി 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 അടി. അയ്യോ എൻ്റെ അവിടെ അത് ഞാൻ അയ്യോ എൻ്റെ ബ്രെഡ് കാണാതെ പോയോ. അയ്യോ ബ്രെഡ് മാത്രം കാണാതെ പോയല്ലോ. അയ്യോ ബ്രെഡ് ഇടി. ഈ ഒരു ബോട്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റിട്ട്. അയ്യോ ഗൈസ് നാളെ ബാക്കി റെഡി ചെയ്യാം. ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ സമയമില്ല. ടാറ്റ ബൈ ബൈ ഗൈസ്.